ഫിനാൻഷ്യൽ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഒരു വലിയ വിജയത്തിന് നമ്മൾ അഹങ്കരിക്കുക, നമ്മൾ വലിയ ആളായി തീർന്നു, നമ്മളെ കൊണ്ട് ഇനി എന്ത് നടക്കും, അതില്ല. ഈ ഒരു ഹൈറ്റിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം കുറവായിരിക്കും. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് കൂടുതലാണെങ്കിൽ ആഘാതത്തിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയൊരു വിജയം നമ്മൾ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ മുകളിൽ കയറി നിന്നാൽ അടുത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവി നമ്മളെ വല്ലാണ്ട് ബാധിക്കും. ഇന്ന് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നാളെ നമ്മളുടെ കയ്യിലായിരിക്കില്ല. അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതൊന്നും കൊണ്ടല്ല വന്നത്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സക്സസ് സ്റ്റോറിയിലെ ഒരു സ്ത്രീ സാന്നിധ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പറക്കാട് ജ്വല്ലേഴ്സ്, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ പറക്കാട് ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രീതി മാം ആണ്. മാം, ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. കാരണം നമ്മൾ പറക്കാട് ജ്വല്ലേഴ്സ് എന്ന് പറയുമ്പം എല്ലാ ആളുകളുടെയും, എസ്പെഷ്യലി ലേഡീസിൻ്റെ മനസ്സിൽ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് പറക്കാട് ജ്വല്ലേഴ്സ്. അപ്പം ആദ്യം തന്നെ പറക്കാട്ടിൻ്റെ ഒരു വിശേഷങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു, എല്ലാം പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുതിയ വിശേഷം പറയാം. പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ കുറച്ച് കേരളത്തിലായിരുന്നു മെയിൻ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ തമിഴ്നാട്, അങ്ങനെ പതുക്കെ അതിലേക്ക് വന്നു. പിന്നെ ബാംഗ്ലൂർ, ഇപ്പോൾ ഹൈദരാബാദ്. അതിന് ശേഷം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കേരളത്തിൽ നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു ചെറിയ പറക്കാട്ടിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങി. അപ്പോൾ അതിൽ നല്ലൊരു റെസ്പോൺസ് നമ്മൾക്ക് കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ പ്രമുഖ എയർപോർട്ടുകളിലും നമ്മളുടെ ഷോറൂംസ് കൊണ്ടുവരിക. അതാണിപ്പോൾ നമ്മളുടെ ഒരു അടുത്ത പ്രൊജക്റ്റ്, വലിയ വെഞ്ചർ എന്ന് പറയുന്നത്. അതിനായിട്ടിപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഡൊമസ്റ്റിക്കിലായിരുന്നു നമ്മുടെ ഷോറൂം ഉള്ളത്. ഇൻ്റർനാഷണലിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതേപോലെ ചെന്നൈ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കിലും എടുത്തു കഴിഞ്ഞു. ഇവിടെയെല്ലാം വർക്ക് നടക്കുന്നു. ഒരു വിതിൻ 2 months എല്ലാ ഷോപ്സും ഓപ്പൺ ആവും. പിന്നെ പതുക്കെ ഹൈദരാബാദ് അതിൻ്റെ ഒരു ഡിസ്കഷനിൽ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് കുറച്ച് ഇനി ഒരു എയർപോർട്ടുകൾ, അതുപോലെ മെയിനായിട്ടുള്ള മാളുകൾ എല്ലാം പുറമേക്ക്, കേരളത്തിന് പുറമേക്ക്, അങ്ങനെ ഒരു കോൺസെൻട്രേഷനിൽ പോകുന്നു. അതാണ് ഏറ്റവും വലിയ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പറക്കാട് ജ്വല്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്. ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ 2000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 24 years. എങ്ങനെയാണ് ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു കോൺസെപ്റ്റും അതിൽ വിശ്വസിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെയാണ് ചെയ്തത്? നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് 2000-ലെന്ന് പറയാൻ പറ്റില്ല, ഒരു 90s നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അത് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു. 916 സാധാരണ ഗോൾഡ് ജ്വല്ലറി. അത് ഒരു 2 ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് സ്വർണ്ണലോകം എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ നമ്മൾ കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു ഗണപതി വിഗ്രഹമാണ് നമ്മളെ ശരിക്കൊരു എന്താ പറയുക, ഒരു ട്വിസ്റ്റ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണക്കാർ വന്ന് കയറി ഇറങ്ങി മേടിച്ചു പോകുന്ന ഒത്തിരി വലുതല്ലാത്ത എന്നാൽ ബിസിനസ് നല്ലൊരു വോളിയം നടക്കുന്ന ജ്വല്ലറി ആയിരുന്നു പറക്കാട്ടിൻ്റെ ഗോൾഡ് ജ്വല്ലറി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് വലിയ വലിയ മാലകൾ, നെക്ലേസുകളൊക്കെ എടുത്തു വെച്ച് നോക്കി, കഴുത്തിലൊക്കെ വെച്ച് ഇട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ പറയും, അയ്യോ ഇതിൻ്റെ എത്രയാണ് റേറ്റ് വരുന്നത്? ഇത്രയും വലുത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുത് മതി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ആഗ്രഹിച്ച സാധനം ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം. ഗോൾഡിൻ്റെ ആ ഒരു അന്ന് ഗോൾഡിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമിന് 400 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. ഇപ്പം 6000-7000 രൂപയായി. എങ്കിൽ പോലും അന്നത്തെ ആ ഒരു വില ആ കാലഘട്ടത്തിൽ അതൊരു വലിയ ഇത് തന്നെയാണ്. 300-400 ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈം. ആ സമയത്ത് പോലും ജനങ്ങൾക്ക് സ്വർണം അപ്രാപ്യമായിട്ട് ഫീൽ ചെയ്യുന്ന സമയം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെപ്പോഴും കാണുമ്പോൾ ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ട് പോകുന്നത് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തൊട്ടേ എൻ്റെ ഹസ്ബൻഡാണ് ശരിക്കും ആ സമയത്ത്, ഞാൻ ബിസിനസ്സിലില്ല. നമ്മൾ 96-ലായിരുന്നു മാരേജ് കഴിഞ്ഞ് കുട്ടികളെ, കുടുംബം, ജീവിതത്തിലേക്ക് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നതും. ആളുടെ മനസ്സിലിങ്ങനെ ഈ ഒരു സ്വർണ്ണലോകം എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ കാണും. ആളുടെ മനസ്സിൽ ആ സമയത്ത് എല്ലാവർക്കും കോൺഫിഡൻസോട് കൂടി അണിയാൻ പറ്റുന്ന ഒരു ആഭരണം, അതും അലർജി ഇല്ലാതെ ലോങ് ലാസ്റ്റിംഗ് റിയൽ ഗോൾഡിൻ്റെ ഫിനിഷ് എല്ലാം ഉള്ള ഇമിറ്റേഷൻ ആണെന്ന് തോന്നിക്കാത്ത ഒരു പുതിയ
എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഈ സ്വർണ്ണലോകം എക്സിബിഷനിൽ അതിൽ ഞങ്ങൾ ഈ ഒരു വിഗ്രഹം, ഗണപതി വിഗ്രഹം കണ്ടപ്പോൾ 5 പവൻ പൊലിമയോ അല്ലെ വലിപ്പമുള്ള ഒരു വിഗ്രഹം കണ്ടപ്പോൾ നമ്മളത് ഇതേപോലെ തന്നെ ആഗ്രഹിച്ച് ഇത് വാങ്ങണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിൽ കരുതി, എന്തിനെ 5 പവൻ്റെ കാശ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 5 പവൻ്റെ കാശ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് അതിനൊരു കുറച്ചുകൂടി അത് വർത്താണല്ലോ. ഇത് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ഒരു 5 പവൻ്റെ ഗണപതി വാങ്ങി വെച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്ന് കരുതി നമ്മളെ അത് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് ഇതിന് എന്ത് വില വരും അറിയാനായിട്ട് ചോദിച്ചപ്പോഴാണ് ഇതിന് വെറും 1600 രൂപ, അതായത് ഒരു 4 ഗ്രാം 5 ഗ്രാമിൻ്റെ വിലയുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഇതെന്താണ് അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അത് ഒരു ഫൈബറിൽ ചെയ്തിട്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിന് പുറമെ ഗോൾഡിൻ്റെ ഒരു ലെയർ. അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജ്. പിന്നെ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ട് വരുന്ന എഡിഷനിൽ വരുന്ന കുറച്ച് 5 പവൻ്റെ പൊലിമയൊക്കെയുള്ള വലിയ വളകൾ, വലിയ കുറച്ച് നെക്ലേസിൻ്റെ പെൻഡൻറ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഈ ഒരു എക്സിബിഷനിൽ നമ്മൾ ജസ്റ്റ് കാണും. ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം. പക്ഷേ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതേക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സെലക്റ്റീവ് പ്രൊഡക്ട്സ് അതിൻ്റെ മോൾഡിൽ അത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കയ്യിൽ 5 പവൻ്റെ വള പോലെ അതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വല്ലയിടത്തും ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഊരി തന്നെ ഇത് എത്ര പവനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പവൻ എന്ന് പറയേണ്ടി വരും അതിൻ്റെ വലിപ്പം കൊണ്ട്. അപ്പോൾ ശരിയെന്നാൽ ഒന്ന് ഊരി തന്നെ ഞാൻ ഇട്ട് നോക്കട്ടെ, അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് ഊരി മേടിച്ച് കഴിഞ്ഞാൽ അതിന് 5 ഗ്രാം പോലും വെയിറ്റ് ഇല്ല. അപ്പോൾ അതൊരു ഡീമെറിറ്റ്. അതെ, കാരണം ഇത് സ്വർണ്ണമല്ല, ഇതിങ്ങനെ ഒരു ഓർണമെൻ്റ് ആണെന്ന് പറയേണ്ട ഒരവസ്ഥ. കാരണം ആൾക്കാരെന്നും ഇനിയിപ്പം എവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു പ്ലേറ്റഡ് ഓർണമെൻറ്റ് കഴുത്തിലിട്ടാൽ പോലും ഇത് ഭീമയെന്ന് വാങ്ങി, അല്ലെ ആലപ്പാട്ടെന്ന് വാങ്ങി, അല്ലെ ഏതെങ്കിലും ഗോൾഡ് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയെന്ന് പറയാനായിരിക്കും. ഇത് 5 പവൻ ആണ് എന്ന് പറയാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. അല്ലാതെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമിറ്റേഷനാണെന്ന് പറയാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് പറയണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇത് വെളുത്ത് പോകരുത്, അതിന് ഫിനിഷ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസൈനും അല്ലെ എന്താണേലും ആ ഒരു ഇമിറ്റേഷൻ കളറ്, ആ ഒരു യെല്ലോ ഭയങ്കര വേറൊരു കളറ്, അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും അത് കോൺഫിഡൻസിൽ പറയാൻ പറ്റില്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡാണ് എന്ന് പറയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് നമ്മൾ എന്താണോ സ്ത്രീകളുടെ മനസ്സിലെ ആ ഒരു സുവർണ സങ്കല്പത്തിന് ഉതകുന്ന രീതിയിൽ കോൺഫിഡൻസോടുകൂടി അണിയാവുന്ന, എന്നാൽ വാറൻറ്റി, ഗ്യാരൻറ്റി, സർവീസ് എല്ലാം കിട്ടുന്ന അതേ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞ് ഫിനിഷുള്ള, ഈട് നിൽക്കുന്ന, ലാസ്റ്റിംഗ് ഉള്ള, എലർജി രഹിതമായിട്ടുള്ള ഒരു ഓർണമെൻറ്റ്. അങ്ങനെ ഒട്ടേറെ നിരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ ഈ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലെത്തും. അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക യൂണിറ്റുകൾ ആരംഭിക്കും, പ്രൊഡക്ഷൻ ചെയ്ത് അത് സക്സസ് ആയി. ഞങ്ങളുടെ ഗോൾഡ് ജ്വല്ലറിയിൽ തന്നെയാണ് ആദ്യം കസ്റ്റമേഴ്സിന് കൊടുത്ത് ഒരു 4-5 വർഷത്തെ നമ്മളുടെ ചെറിയ പരിധിയിൽ നിന്നിട്ടുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു ലാസ്റ്റിംഗ് ക്വാളിറ്റി എല്ലാം ജനങ്ങളിൽ നിന്ന്, നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ അറിഞ്ഞ് അതിന് ശേഷമാണ് അതിനെ ഒരു വിപുലമായ രീതിയിലേക്ക് ചിന്തിച്ചതും പുറത്തേക്ക് വന്നത്. ഓക്കെ, ഒരു ബ്രാൻഡായി മാറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ശരിക്കും കസ്റ്റമർ റെസ്പോൺസ് എങ്ങനെയാണ്? കാരണം ഓരോ സ്റ്റേജിലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നെടുമ്പാശ്ശേരി സ്റ്റാർട്ട് ചെയ്തിരുന്നു, അവിടെ നല്ല റെസ്പോൺസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു ഡൊമസ്റ്റിക് ഏരിയയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി വന്നു. അപ്പം നമ്മളെ ശരിക്കും നയിക്കുന്നത് കസ്റ്റമർ റെസ്പോൺസ് തന്നെയാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ റെസ്പോൺസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനെ ടേക്കപ്പ് ചെയ്യുന്നത്? ആ ഒരു കസ്റ്റമർ റെസ്പോൺസ് മാത്രമല്ല, ഒരു ഫാമിലി റെസ്പോൺസ് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അതിനിപ്പം ഞാൻ ആദ്യം കസ്റ്റമർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തുടക്കം തൊട്ട് പറഞ്ഞാലാണ് അതിനൊരു ക്ലാരിറ്റി വരുള്ളൂ. കാരണം കസ്റ്റമറുടെ ഒരു റെസ്പോൺസ് എങ്ങനെ പറക്കാട്ട് ഇന്ന് ഈ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഭരണങ്ങളുമായിട്ട് 1 ഗ്രാം തങ്കാഭരണങ്ങൾ മഹാ അത്ഭുതം എന്ന ബോർഡല്ലേ നോട്ടീസോടുകൂടി ചെറിയതല്ല അല്പം വലുതായിട്ട് തന്നെയുള്ള എക്സിബിഷൻ എറണാകുളത്ത് ഉള്ള എക്സിബിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ തുടക്കം നമ്മൾ കുറച്ച് ഏറെ വെറൈറ്റീസും ഒക്കെ ആയിട്ട് തുടങ്ങി വെച്ച സമയത്ത് ഇതൊരു മഹാ അത്ഭുതമായിട്ട് തന്നെ കണക്കാക്കി അല്ലെ കണ്ട് നമ്മളുടെ ഷോറൂമിൽ എത്തിച്ചേർന്ന്, ഷോറൂമല്ല എക്സിബിഷൻ ഹാളിൽ എത്തിച്ചേർന്ന കസ്റ്റമേഴ്സ്, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആ ഒരു അത്ഭുതം, അവരുടെ ഒരു നമ്മളെ ഒരു വരവേറ്റ രീതി, ഇതെല്ലാമാണ് പറക്കാട്ടിൻ്റെ ഇന്നുള്ള വളർച്ചയുടെ ഏറ്റവും വലിയ കാരണം. നമ്മൾക്ക് ഈവൻ ഷട്ടർ ഇട്ട് പോലും
കസ്റ്റമർ ക്യൂ നിന്നിട്ട് ഷട്ടറിട്ട് സെയിൽ ചെയ്യേണ്ട ഒരവസ്ഥ ഈ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ് ഉണ്ടായി. ആ ഒരു റെസ്പോൺസ് തന്നെ എറണാകുളത്തെ അതേ റെസ്പോൺസ് ട്രിവാൻഡ്രം, കോട്ടയം, ആലപ്പുഴ, അങ്ങനെ കാലിക്കറ്റ്, അങ്ങനെ തുടങ്ങിയ എല്ലാ മേജർ സ്ഥലങ്ങളിലും ഇതേ റെസ്പോൺസ്. നമ്മൾ എക്സിബിഷൻ നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു മഹാത്ഭുതത്തെ ജനങ്ങൾ അതുപോലെ വരവേറ്റപ്പോഴാണ് ഇതിന് ജനങ്ങളുടെ ഇടയിൽ എത്രയും ഒരു ആവശ്യകത ഉണ്ടെന്നുള്ളതും കുറച്ചുകൂടെ നമ്മൾ തിരിച്ചറിയും, കോൺഫിഡൻസ് ആകും. ആ എക്സിബിഷൻ നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും ഷോറൂംസ് ആരംഭിക്കും. പിന്നീടാണെങ്കിലും നമ്മളുടെ ഷോറൂമുകളിൽ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെയല്ലേ ഉള്ളൂ, ഞങ്ങളുടെ അടുത്തില്ലല്ലോ, അടുത്ത സ്ഥലം ഒരു ലൊക്കേഷൻ പറയൂ, ഇവിടെ തുടങ്ങൂ, അങ്ങനെ പറക്കാട്ട് ഇവിടെ വരണം, ഞങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് ഓരോ ഏരിയയിലും ആ ഒരു റെസ്പോൺസിന് മാത്രമാണ് പറക്കാട്ട് അങ്ങനെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ പറക്കാട്ടിൻ്റെ ഷോറൂംസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ആരംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഇപ്പം നെടുമ്പാശ്ശേരിയിൽ എത്തി നിൽക്കുന്നതും അത് തന്നെയാണ്. കാരണം നെടുമ്പാശ്ശേരിയിൽ ഡൊമസ്റ്റിക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഇത്രയും പ്രതീക്ഷയൊന്നും നമ്മൾക്കില്ലായിരുന്നു. പക്ഷേ നമ്മളുടെ കസ്റ്റമേഴ്സ് അതിനെ അത്ര നല്ല രീതിയിൽ വരവേറ്റത് കൊണ്ടാണ് ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മളുടെ ഡൊമസ്റ്റിക്കിൽ വരുന്നു, പിന്നെ ഇന്റർനാഷണൽ എല്ലായിടത്തും വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു, നമ്മളുടെ ഈ കഴിഞ്ഞ എക്സ്പീരിയൻസുകളെല്ലാം പറഞ്ഞു. മാം എങ്ങനെയാണ്, കാരണം ഈ ഒരു ബിസിനസ്സിലോട്ട് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു ഇത്രയും കൂടെ പ്രിവിലേജ് കൂടുതലാണ് ഓഫ് കോഴ്സ്. കാരണം ഫാമിലി ലൈഫുണ്ട്, അതിനെയും അതുപോലെ തന്നെ ബിസിനസ്സിനെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഒരു വലിയ ബിസിനസ്സിന് എങ്ങനെയാണ് ആ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ? തുടക്കം നമ്മൾ ഇതേപോലെ സാധാരണ ഞാൻ MBA ആണ്, ഒരു ബിസിനസ്സുകാരിയാണെന്ന് ആഗ്രഹിച്ച ആളല്ല. ഒരു MBA കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്താ പറയുക മാനേജ്മെൻറ്റ് ലെവലിൽ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്ത് അങ്ങനെ സ്വസ്ഥം കുടുംബജീവിതമായിട്ട് പോകണമെന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ല ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വന്ന സാഹചര്യം 2000 ആ ഒരു സമയത്ത് നമ്മൾക്ക് 2 കുട്ടികൾ അവർ പ്ലേ സ്കൂൾ ലെവലിലേക്കൊക്കെ എത്തിയ സമയം. ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു ബിസിനസ് എക്സ്പാൻഷൻ അല്ല, നമ്മളുടെ ഒരു ടേണിംഗ് പോയിന്റിൽ പുതിയ യൂണിറ്റ് വരുന്നു, പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നു. ഇതെല്ലാം തുടങ്ങിയ സാഹചര്യത്തിൽ തുടക്കം ആദ്യം അക്കൗണ്ട്സ് മാത്രം നോക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ പതുക്കെ ഒരു ആദ്യ ചുവട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഡിസൈനിങ്, അത് നമ്മൾക്ക് ഒരല്പം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഡിസൈനിങ് പ്രൊഫഷണലി പഠിച്ചതൊന്നും അല്ലെങ്കിലും താല്പര്യമുണ്ട്, ചെയ്യാൻ അറിയാം. ഈവൻ ഡ്രസ്സിലാണെങ്കിലും അല്ലെ നമ്മളുടെ ഓർണമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങി. ഡിസൈനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഇറങ്ങും, പ്രവർത്തിക്കും, കുഴപ്പമില്ലയെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അതിൻ്റെ ഫുള്ള് ചാർജ് തന്നു ഹസ്ബൻഡ്. പതുക്കെ ഓരോന്ന് നമ്മളെ പഠിപ്പിച്ച് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഷോറൂംസ് എക്സ്പാൻഷൻ വരുമ്പോൾ എക്സ്പാൻഷൻ്റെ പുറകെയായി. അപ്പോൾ പതുക്കെ റണ്ണിങ് ആയ ഷോപ്പുകളുടെ ചാർജ് എടുത്തു, പതുക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ സെക്ഷനും നമ്മൾ എന്താ പറയുക അത്യാവശ്യം ഏബിളാണ്, കൊണ്ടു നടക്കും, കൈകളിൽ സുരക്ഷിതമാണെന്ന് തോന്നിയ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് മുഴുവനും നമ്മളെ ഏൽപ്പിച്ച്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കൺസ്ട്രക്ഷൻ, ബിൽഡിങ് അങ്ങനെയുള്ള മേഖലയാണ് കുറച്ചുകൂടെ താല്പര്യം. കാരണം സ്ത്രീകളുടെ ആണല്ലോ സ്വർണവും ആഭരണവും ഒക്കെ കൂടുതൽ. അപ്പോൾ ഇത് നിനക്ക് പറ്റിയ മേഖലയാണ്. എൻ്റെ ഏറ്റവും പാഷനുള്ള മേഖല എന്ന് പറഞ്ഞാൽ നിർമ്മാണം, കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ പതുക്കെ നിർമ്മാണവും അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയും പതുക്കെ ഹോട്ടൽ, ആ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസ് എന്നുള്ള ഒരു ഡ്രീമിൽ അതിൻ്റെ പുറകിലേക്ക് പോയി. അങ്ങനെ ഞാനൊരു പതുക്കെ ഫുള്ളായിട്ട് അങ്ങനെ പോകുന്നു. എങ്ങനെയാണ്, ഈസിയാണോ അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് ഒരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ? ഓഫ് കോഴ്സ് ഫാമിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എന്നിരുന്നാലും ബിസിനസ് എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആണ്. കാരണം ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളിപ്പം വേണമെന്ന് വെച്ചാൽ എന്തും നടക്കും.
ഇതിനിപ്പോൾ നമ്മൾക്ക് കുടുംബമുണ്ട്, നമ്മളുടെ കുടുംബമുള്ള എല്ലാ സ്ത്രീകളും എത്രയോ പേര് വർക്ക് ചെയ്യുന്നു, വർക്കിംഗ് വിമൻസ് കുട്ടികളെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലേഡീസ് എപ്പോഴും മൾട്ടി ടാലൻറ്റഡ് ആണ്. അവർക്ക് ഒരേ സമയം 100 കാര്യങ്ങൾ ചെയ്യാൻ 100 കൈയുള്ളവരാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫാമിലി കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങൾ രണ്ടുപേരും 2 വ്യത്യസ്ത ബിസിനസ്സാണേലും അത് ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ഭർത്താവിനെ കെയർ ചെയ്തില്ല എന്ന് ഓർത്തോ, അല്ലെ ആൾക്ക് ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തില്ല എന്ന് വെച്ചോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ അവരും അമ്മ തിരക്കാണ്, അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന 2 ആൺമക്കളെയാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ എൻ്റെ തൊഴിലും മേഖലയും അതിൻ്റെ റിസ്ക്കും മറ്റു കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് കൂടെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അപ്പം പരസ്പരം ഒരു നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ബിസിനസ് മേഖലയിൽ ഞാൻ നമ്മളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ബ്രദർ 2 ബ്രദേഴ്സുണ്ട്. ഒരാൾ മെഡിക്കൽ ഫീൽഡാണ്, ഡോക്ടറാണ്, രണ്ടാമത്തെ ആളും എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട്. അങ്ങനെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ ബന്ധു മിത്രാദികളെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് അന്ന് മുതൽ ഇന്ന് വരെ അവരാണ് ശരിക്കും എൻ്റെ ശക്തി. എനിക്കെന്ത് പ്രോബ്ലം വന്നാലും എന്ത് ആവശ്യം വന്നാലും നമ്മളുടെ കുടുംബം മൊത്തം കൂടെയുണ്ട്. അപ്പോൾ അവരെ ഓരോ സെക്ടർ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ സുരക്ഷിതമായ കൈകളിലാണല്ലോ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും നമ്മളുടെ കൂടെയുള്ളത്. അപ്പോൾ അതൊരു വലിയ ശക്തിയാണ്. ആ ഒരു ശക്തിയാണ് നമ്മളെ ബിസിനസ്സും കുടുംബവും എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുവാണ്. അത് നമ്മളുടെ നമ്മൾ വളരുന്നതിനൊപ്പം നമ്മളുടെ കുടുംബാംഗങ്ങളും വളരുക, മറ്റ് കുടുംബാംഗങ്ങളും വളരുക, പറക്കാട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവർ ഫാമിലി ഡെവലപ്പ് ചെയ്യുക. അത് നമ്മളുടെ എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഞാൻ പഠിച്ചു വളർന്ന് വന്നത് ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫുകളാണ്. തുടക്കകാലം മുതൽ, അതായത് പറക്കാട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ, അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ് എന്ന് ഏറ്റെടുത്തോ അന്ന് ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചവർ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഷോപ്പും എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള അതേ സ്റ്റാഫുകൾ 10 വർഷം 20 വർഷം 15 വർഷം 25 വർഷം വരെ പറക്കാട്ടിനൊപ്പം ഉള്ളവരാണ് എൻ്റെ ഷോറൂംസിലുള്ളത്. അതേപോലെ തന്നെ എന്നാണോ നമ്മൾ ഫാക്ടറി കാര്യങ്ങളെല്ലാം ആരംഭിച്ചത് ആ സമയം തൊട്ടുള്ള 100-ൽ 90 പേരും പറക്കാട്ടിനൊപ്പം ഇപ്പോഴും ഉണ്ട്. ശരിക്ക് ഈ 2 ഘടകങ്ങളാണ് നമ്മളുടെ വിജയവും ഈ ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എപ്പോഴും നമ്മുടെ ഫുൾ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ഒരു ബിസിനസ് കൊണ്ടുപോവേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡെവലപ്പിങ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ആളുകളെ കൺവേ ചെയ്യുന്നത്? കാരണം നമ്മളുടെ ഒരു വിഷൻ നമ്മുടെ ഒരു വിഷനാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ കുറച്ച് ആളുകളെടുത്ത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഒരു വലിയ ടീമിനെ എങ്ങനെയാണ് ആ വിഷനെ നമ്മൾ കൺവേ ചെയ്യുന്ന രീതി? ഇത് ഞാൻ ശരിക്കും ചോദിക്കുന്നത് പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും കൂടെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുറച്ചധികം സ്റ്റാഫുകൾ വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് നോ പറയണം, എങ്ങനെ യെസ് പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ എന്താ പറയുക, ഒരു ബിസിനസ് മെൻറ്റാലിറ്റി മാത്രമുള്ള ആളല്ല. വളരെ സോഫ്റ്റാണ്, വളരെ എന്താ പറയുക, ആർക്കും അപ്രോച്ചബിളായിട്ട് എന്നും ഏത് സമയത്തും. എൻ്റെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രാവിലെ 6 മണിക്കോ 4 മണിക്കോ ആയിക്കോട്ടെ, അവർക്ക് തന്നെ റീച്ചബിളാണ്. രാത്രി 12 മണിയോ 1 മണിയോ ആയാലും ഏത് ടൈമിലും അവർക്ക് ഞാൻ അവൈലബിളാണ്. പിന്നെ എൻ്റെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അപ്പം ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാനും, കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ആത്മാർത്ഥയോ സിൻസിയറിറ്റിയോ അല്ലെ ഇതൊന്നും ഉള്ളവരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ കൂടെ വളരെ വലുതല്ലെങ്കിലും കുറച്ചധികം പേര് 100% ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും കൂടെ എൻ്റെ കൂടെ നിൽക്കുന്ന, വലം കൈ പോലെ വലവും ഇടവും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ എനിക്കൊരു മെസ്സേജ്, ഇപ്പം നമ്മളുടെ ഒരു കണ്ണൊന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റീഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് പേര് നമ്മളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉണ്ട്.
അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മെസ്സേജ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവരിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ കൊണ്ടു കിടക്കണം എന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് പിന്നെ ഇത് നമ്മളൊരു പാഷനാണ്. ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് ആ ഒരു പാഷനൊന്നും ഇല്ലെങ്കിലും ഇന്നിതെൻ്റെ ഒരു പാഷനാണ്. കാരണം നമ്മളുടെ ഊണിലും ഉറക്കത്തിലും കണ്ണ് തുറക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ഉറങ്ങാനായിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഫുഡ് കഴിക്കാനും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ജീവിതത്തിൽ മാറ്റി വെക്കുമായിരിക്കും. അതിനെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഒരു 16 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡിലാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. അത് വർക്ക് എന്നല്ല, ഒരു മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്കത് വലിയ ഹാർഡ് വർക്കായിട്ട് തോന്നും. ഇതെന്ന് പറയുന്നത് നമ്മൾ പാഷൻ ക്രേസിലാണ് ചെയ്യുന്നത്. കാരണം ഒരു കസ്റ്റമറുടെ പറക്കാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസേഷനാണ്. മറ്റൊരു ഇമിറ്റേഷൻ ജ്വല്ലറി, ഈവൻ ഗോൾഡ് ജ്വല്ലറികൾ പോലും കസ്റ്റമൈസേഷൻ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ക്രേസ് അല്ലെ പാഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസേഷനാണ്. ഏത് പാതിരാത്രി ഒരു കസ്റ്റമർ ഇനിയിപ്പോൾ നേരിട്ട് വിളിച്ചാൽ പോലും നോ എന്ന് പറയുന്ന ഒരു, ഇനിയല്ലേ നോ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളുടെ ഡിക്ഷണറിയിൽ ഇല്ല. ഞാൻ പറയില്ല, ഇമ്പോസിബിൾ എന്ന് പറയില്ല, അത് സാധ്യമാക്കും. ഒരാൾ എന്ത് വിചാരിക്കുന്നോ അതിനെ അവരുടെ മനസ്സിലുള്ള ഒരു രൂപം ഫിഗർ ഔട്ട് ചെയ്ത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ തന്നെ വരച്ചവരെ കാണിക്കുമ്പോൾ അവർക്കത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും, അത് ചെയ്തു കൊടുത്തിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് പവർ നമ്മളുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും. അതുണ്ടെങ്കിൽ ബാക്കിയൊന്നും വലിയൊരു ടാസ്ക്കായിട്ട് തോന്നാറില്ല. ഓക്കെ, ഇനിയിപ്പം നമ്മളുടെ ബിസിനസ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും 20 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഡിസൈനേഴ്സ്, ഒരുപാട് ഡിസൈനേഴ്സ് നമ്മുടെ നാട്ടിലിപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ജ്വല്ലറിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈവൻ പേപ്പർ കൊണ്ട് വരെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക അത്രയും വലിയ സക്സസ്സിലൂടെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഡിസൈനർ മേഖലയിൽ കൂടുതൽ ലേഡീസ് അല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണേഴ്സ് വന്നു തുടങ്ങി. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് അവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ഒന്ന്, നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക. 100% നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ എന്നൊരു വാക്ക് നമ്മളുടെ ഡിക്ഷണറിയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുക. ഇമ്പോസിബിൾ എന്നുള്ളൊരു വേർഡ് ഇല്ലാതിരിക്കുക. എല്ലാം പോസിബിളാണ്, എന്ത് സാധ്യമാണ്. നോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വപ്നം കാണുക. എപ്പോഴും നമ്മൾ അതിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നം എന്ന് പറഞ്ഞാൽ പകല് കിടന്ന് ബെഡിൽ വന്ന് കിടന്നിട്ട് ഈസി ആയിട്ട് സ്വപ്നം കണ്ട് കിടക്കുകയല്ല. ആ ഒരു സ്വപ്നം എപ്പോഴും നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കുക, മനസ്സിലുണ്ടായിരിക്കുക. ഈ സ്വപ്നത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എൻ്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ച് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നെ ഏൽപ്പിച്ചേക്കുക. അപ്പോൾ ആ സ്വപ്നം 100% ആക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അല്ല, എൻ്റെ ഒരു കടമയാണിത്. അപ്പോൾ എനിക്കതിലാണ് എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിതീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കുക. നമ്മൾ ഒരു ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. ആ ഒരു ഡ്രീം നമ്മളെ മുമ്പോട്ട് നയിക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഴയ കാലത്ത് നമ്മളുടെ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക എന്നാണ്. ഇപ്പോഴത്തെ ഒരു രീതി ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. നമ്മൾ എങ്കിലും ഇതിന് പാഷൻ, നമ്മളുടെ ആ ഒരു ഫോക്കസിങ് ഉണ്ടല്ലോ, ഒരു ലക്ഷ്യം, അത് വെച്ചിട്ട് അത് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ചിലപ്പോൾ നമ്മൾക്ക് മുമ്പോട്ട് വരും. എനിക്കിപ്പോൾ സ്ത്രീ ആണെന്നുള്ള രീതിയിൽ ഈവൻ നമ്മൾ രാത്രി 12 മണി വരെ പോലും ഏത് സ്ഥലത്തും പോകേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ കുറേ വിമർശനങ്ങളൊക്കെ വരും, സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മളുടെ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നടത്ത് എത്തുക എന്നുള്ളതാണെന്ന് മനസ്സിൽ കണ്ടിട്ട് മറ്റൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല, തോൽപ്പിക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതലായിട്ട് എന്നെ ഡ്രൈവ് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാദർ എൻ്റെ ഒപ്പം ഇല്ല. എൻ്റെ ഫാദർ ശരിക്കും പൊളിറ്റീഷ്യനായിരുന്നു, ഒപ്പം ബിസിനസ്സുകാരനുമായിരുന്നു. ആളൊരു എന്താ പറയുക, സോഷ്യൽ റിഫോമർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ ഗിലൻ ബാരി എന്ന് പറയുന്ന ഒരു അസുഖത്തെ തുടർന്ന ആൾ ഒരു ഏകദേശം ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് വൺ സൈഡ് പാരാലിസിസ് വന്നയാളാണ്. പക്ഷേ തളർന്നു കിടക്കുന്ന ഒരു സ്റ്റേജിൽ 8 തവണ പാരാലിസിസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ആൾക്ക്.
ജീവിതത്തിൽ നമ്മൾക്ക് 8 തവണ വന്നല്ല, ഒരു തവണ പാരാലിസിസ് വന്ന് അവർ രക്ഷപ്പെട്ട് എണീറ്റ് ഒരു സാധാരണ റെഗുലർ ലൈഫിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ രീതിയിൽ ഇമ്പോസിബിളാണ്. പക്ഷേ ഞാൻ കണ്ട എൻ്റെ ഫാദർ അല്ല എൻ്റെ പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെഡിൽ കിടക്കുന്ന സമയത്ത് നാവനക്കാവുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ. സൈഡ് പാരാലിസിസ് വന്നാൽ നമുക്ക് വർത്തമാനം പറയാനോ ചലിക്കാനോ ഒന്നും കഴിയില്ല. ഒരു സൈഡ് ചിലപ്പോൾ അനക്കാൻ പറ്റും, ഒരു സൈഡ് പറ്റത്തില്ല. അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് നാവനക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ പറയും, എങ്ങനെയുണ്ട് പപ്പ എന്ന് ചോദിച്ചാൽ പറയും, ഐ ആം ഓൾ റൈറ്റ്, ഐ ആം ഹാപ്പി, ഞാൻ വരും, പപ്പ വരും, നാളെ വരും, ഞാൻ നാളെ എണീറ്റ് വരും എന്ന് പറയുന്ന ഒരാളെ നിന്നാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അവിടെ നോ ഇല്ലാത്ത ഒരു നോ ഇല്ല. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സാധ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നിരിക്കുന്നത് എൻ്റെ പപ്പയാണ്, എൻ്റെ ഫാദറാണ്. അപ്പോൾ ആളുടെ വായിൽ നിന്ന് ഞാൻ ഒരിക്കലും നോ കേട്ടിട്ടില്ല, ഇമ്പോസിബിൾ ഇല്ല. മരണ സമയത്ത് പോലും ICUവിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുടെ സഹോദരൻ്റെ മോൻ്റെ കല്യാണം പിറ്റേ ദിവസമാണ്. ഇന്ന് ICUവിൽ നിന്ന് ഡോക്ടറോട് പറഞ്ഞു, എന്നെ ഇവിടെ കിടത്തിയാൽ ഞാൻ കിടക്കില്ല, നടക്കാൻ പറ്റുന്നയാളല്ല, എങ്കിലും ഞാൻ പോയിരിക്കും. ICUവിൽ കിടക്കുന്നയാൾ, കാലുപാടില്ലാതെ തന്നെ നടക്കാൻ പറ്റാത്തയാൾ, ഞാൻ പോയിരിക്കും, കാരണം പോകേണ്ട എൻ്റെ ആവശ്യമാണ്, ഞാൻ ചെന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് തന്നെ വിളിച്ച് നമ്മളെ പുറത്ത് എന്താ ചെയ്യുക, ആളെ കൊണ്ടാകാതെ തരവില്ല, കൊണ്ടുപോക്കോ മോളെ എന്ന് നമ്മളോട് പറയുന്ന അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. അത്രയും ഒരു പവറുണ്ട്. ആ പവർ കൊണ്ട് മാത്രം 8 തവണ ഈ പാരാലിസിസിനെ അതിജീവിച്ച്, ഈവൻ മെഡിക്കൽ സയൻസിന് പോലും എനിക്ക് തോന്നുന്ന അത്ഭുതമായിരുന്നു. നമ്മുടെ ഡോക്ടേഴ്സ് പറയും, ഇദ്ദേഹം ഒരു പ്രതിഭാസമാണ് കേട്ടോ, ഇദ്ദേഹത്തെ പിടിച്ചു കിടത്താൻ ഈശ്വരൻ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്ന് പറയുന്നൊരു അത്രയൊരു സ്ട്രോങ് മെൻറ്റർ എൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആളെ റോൾ മോഡലാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറും 500 രൂപ മുതൽ മുടക്കിൽ തുടങ്ങി ബാങ്ക് ലോൺ എടുത്തിട്ട്, സാധാരണ കുടുംബത്തിൽ ജനിച്ച് 500 രൂപ മുതൽ മുടക്കിൽ ബാങ്ക് ലോണുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഹസ്ബൻഡ് പ്രകാശ് പറക്കാട്ട്. ഇങ്ങനെ 2 ഡ്രൈവിംഗ് ഫോഴ്സ് എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രചോദനം നമ്മളെ ഇന്നും ഒന്നും അസാധ്യമല്ല. ഈ ഒരു തീമാണ്, നമ്മൾ പോസിറ്റീവായിരിക്കുക, ഒരു എയിം, നമ്മളുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, അതിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഊണുറക്കത്തിൽ നമ്മളെ പാഷനോടുകൂടി വർക്കൗട്ട് ചെയ്യുക. അവിടെ നമുക്ക് നടക്കാത്ത ഒന്നുമില്ല. നത്തിങ് ഇസ് ഇമ്പോസിബിൾ. അതെ, ഇപ്പം നമ്മൾ പറയില്ലേ തീയിൽ കുരുത്ത വെയിലത്ത് പാടില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിലെ പല ആളുകളും അവർ തീയിൽ കുരുത്തതാണെന്ന് തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 500 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും മൈൻഡ് അല്ലെങ്കിൽ മെൻ്റൽ പവറുള്ള ഒരു പപ്പയുടെ മകളാവുന്നു. അപ്പം പപ്പയ്ക്കൊരു മെൻ്റൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ പപ്പ ഒരു ഹീറോ ആണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു നല്ലൊരു ഹീറോ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതിനു മേലേക്ക് ഇനി ഒന്നും ഇല്ല, ഇനി തോൽവി എന്ന് പറയുന്നൊരു വേർഡ് ഇല്ല എന്നൊരു തിരിച്ചറിവുണ്ട് മാമിന്. അപ്പം അങ്ങനത്തെ തിരിച്ചറിവില്ലാത്ത ഒരുപാട് വ്യക്തികൾ, ഞാൻ ലേഡീസ് എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട്, ആ കഴിവിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാം. എല്ലാവരും ഓൺട്രപ്രണർ ആവണം എന്നുള്ളതല്ല, നല്ല ഇൻട്രപ്രണേഴ്സ് ആവാം, അല്ലെങ്കിൽ നല്ല അവരുടെ മേഖലയിൽ അവർക്ക് വളരെ വ്യക്തിത്വം പതിപ്പിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവാം, അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫാമിലി ഒരുമിച്ച് കൂടെ നിൽക്കണമെന്നൊരു കൾച്ചറിൽ നിന്ന് വന്നതുകൊണ്ട് ഇപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഫുൾ ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചറിവില്ല എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഇനി ഒരു പുതിയ ജനറേഷൻ നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പറയുന്ന പോലെ ഒരു സ്റ്റാർ ആണ്, അല്ലെങ്കിൽ ഹീറോ ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ഈ ഒരു വരുന്ന ജനറേഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും? ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ലെസ് എഫേർട്ട്, ഗുഡ് ലൈഫ്, അല്ലെങ്കിൽ വളരെ അധ്വാനിക്കാൻ തയ്യാറല്ല. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത് വിട്ടിട്ട് സ്മാർട്ട് വർക്കാണെങ്കിൽ പോലും, സ്മാർട്ട് വർക്ക് ഓക്കെ ഒരു പരിധി വരെ, പക്ഷേ നമ്മൾ എത്ര ചെയ്യുന്നോ അതിൻ്റെ 10 ഇരട്ടി നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് കൈ നനയാതെ മീൻ പിടിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്നത്തെ ഒരു യങ് ജനറേഷന്. അവർക്കിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു 1/4% പോലും വർക്കിന് വേണ്ടിയിട്ട്, അല്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ജോലി ആയിക്കോട്ടെ, അത് എന്തും ആയിക്കോട്ടെ, അതിന് വേണ്ടി സമർപ്പിക്കാൻ അവരാരും ഡെഡിക്കേറ്റഡ് അല്ല. മറിച്ച് എന്താ പറയുക, ചുരുങ്ങിയ എഫേർട്ടിൽ കൈ നനയാതെ ഇപ്പുറത്ത് നല്ലൊരു എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫ്,
അതാണ് കാണുന്നുള്ളൂ. പിന്നെ കൺസെപ്റ്റുകൾ മാറി വരുവാണ്. കാരണം നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും മാറി. ഇന്ന് ജീവിക്കുക, ഇന്ന് അടിച്ചു പൊളിക്കുക, ഇന്നത്തെ ലൈഫ് നാളെ നമ്മൾ കാണുമോ ഇല്ലയോ. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഈവൻ എല്ലാവർക്കും അങ്ങനെ ഒരു കൺസെപ്റ്റായി. ഒരു പരിധി വരെ ശരിയാണ്, നമ്മൾ ലിവ് ഇൻ ദി പ്രസൻസ്. അപ്പോൾ അത് വേണം. പക്ഷേ ഈ ഒരു പ്രസൻസിന് നമ്മൾ ജീവിക്കണമെങ്കിലും നമ്മൾ ഹാപ്പി ആവണമെങ്കിലും അതിനൊരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. ഫിനാൻഷ്യൽ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടികളും പൈസ വേണ്ടാന്നല്ല അവരുടെ മനോഭാവം. പൈസ ഉണ്ടാക്കണം കുറുക്കുവഴികളിലൂടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ ഒരു ഇതിലേക്ക്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത്, അതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബ്രോയിലർ രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്തി വരുന്ന ഒരു സംസ്കാരത്തിനാണ് മാറ്റം വരേണ്ടത്. കാരണം കുട്ടികളെ ഒന്നിനും പ്രാപ്തരല്ലാതെ ആണ് ഇന്ന് വളർത്തി വരുന്നത്. 2 കുട്ടികളൊക്കെ കാണുള്ളൂ, അവർക്കെല്ലാം ടേക്ക് കെയർ ചെയ്ത് ഒരു എന്താ പറയുക +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ വരെ ഒന്നും ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ വേണമെങ്കിൽ യൂണിഫോം വരെ ഇടിച്ചു കൊടുത്ത് മുടി കെട്ടിക്കൊടുത്ത് അങ്ങനെ എല്ലാ മക്കൾക്ക് ചെയ്തു കൊടുത്ത് അവരുടെ ഇനി ഹോംവർക്ക് ഉണ്ട് അതുപോലും ചെയ്തു കൊടുക്കുന്ന ഒരു പേരൻസിൻ്റെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലം നിർത്താനുള്ള പാകത്തിന് വളർത്തിയെടുക്കുന്ന ഒരു തലമുറ വന്നാൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ബിസിനസ്സുകാരാവുക എന്നല്ല, പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് കൈനീട്ടി വാങ്ങുന്ന ആളല്ലാതെ കൈയെറിഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ആളാവണമെങ്കിൽ ഒരു ബിസിനസ്സുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇല്ലേ? ഏത് ഗവൺമെൻറ് ജോലിക്കും ഏത് ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന, ഇനി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും ആരുടെയും മുമ്പിൽ കൈ നീട്ടി അവർ തരുന്ന ശമ്പളം വാങ്ങുന്നവരാണ്. അപ്പോൾ അതിന് പകരം കൈയറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ജനതയും കൂടെ സൃഷ്ടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക്. കാരണം ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, വലിയൊരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നില്ല. അത്രയൊന്നും വേണ്ട, ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ആ കൺസെപ്റ്റ് മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു തലമുറ നമ്മളുടെ പേരൻസിൻ്റെയും കൂടെ ഒരു ഡ്യൂട്ടിയാണ്. റെസ്പോൺസിബിളായിട്ട് വളർത്തിയെടുക്കുക, അവരെ കേപ്പബിൾ ആക്കുക, ബ്രോയിലർ പോലെ ആക്കി വളർത്താതിരിക്കുക. അതാണ് കുട്ടികളോടല്ല അതിന് കൊടുക്കേണ്ടത്, അതിന് മുമ്പുള്ള പാരൻസിനാണ്. പാരൻസ്, ടീച്ചേഴ്സ്, അവരൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ തോൽക്കാനായിട്ട്, തോൽവി എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെയാണ് മാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കാരണം തോൽക്കുക എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളുണ്ട്, അതിൽ മുൻകരുതൽ എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തോൽവിയെ പല എന്താ പറയുക ഡെഫിനിഷൻസ് ആണ് ആക്ച്വലി. അപ്പം തോൽവിയെ എങ്ങനെയാണ് മാം ഡിഫൈൻ ചെയ്യുന്നത്? തോൽവി എന്ന് പറയുന്നത് അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഓരോ തോൽവിയും നമ്മുടെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ നേവൽ ബേസിൽ, നമ്മളുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് നേവൽ ബേസിൽ വന്നപ്പോൾ എനിക്ക് നേവൽ ബേസിൽ നിന്നൊരു ക്ഷണം കിട്ടുവാണ്. നമ്മളുടെ സംതിങ് സ്പെഷ്യൽ, ഇതുവരെ കാണാത്ത ഒരു വിഗ്രഹം ഉണ്ടാക്കി തരണം എന്നൊരു. അതിന് എനിക്ക് തന്ന ഒരു ടൈം എന്ന് പറഞ്ഞത് 20 days ആണ്. 20 daysനുള്ളിൽ ഇതിന് സാങ്ഷൻ എടുത്ത് കൊടുക്കണം. ഇല്ലേ നേവൽ ബേസുകാർ തന്നെ ചിലപ്പോൾ പിരിങ്ങുകയത്ത് വെച്ച് വെടിവെച്ച് കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കരുതിക്കോ. കാരണം ഞാനൊരു വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു ഉദാഹരണം പറയുന്നത്. അപ്പം എനിക്ക് 20 ദിവസം കൊണ്ട് അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അസാധ്യം എന്ന് എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് ഇത് പല രീതിയിൽ ചെയ്ത് അപ്രൂവൽ എടുത്ത് ഇത് ഡെവലപ്പ് ചെയ്ത് വന്ന് ആ ഡെവലപ്പ് ചെയ്ത സാധനം പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഇത് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് വരെ അതിന് ഒരു സാങ്ഷൻ എടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു ലിമിറ്റഡ് ഡേയ്സ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവരെങ്ങാനും നമ്മളിത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ, കാരണം ഈ ഡേയിൽ പർട്ടിക്കുലർ ഡേയിൽ നേവൽ ബേസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇത് കൊടുക്കണം എന്നുള്ള ഒരു ചലഞ്ച് എടുത്ത് ഞാൻ ഏറ്റെടുക്കുമ്പം അതിനെ എന്താ പറയുക, അത്ര റിസ്ക്, ഒരു തോറ്റു പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നാൽ എനിക്കത് അങ്ങനെ ഒരു ചലഞ്ചിങ് തിങ് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ തോൽക്കില്ല എന്നുള്ളൊരു മനസ്സാണ് കൊണ്ടുവരേണ്ടത്. തോൽവി എപ്പോഴും, ഇനിയിപ്പോൾ ഞാനത് തന്നെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഒരു 3-4 തവണ ഈ ഒരു ഡേറ്റിനുള്ളിൽ ഒരു ദ്രോണാചാര്യ വിഗ്രഹം അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ 3-4 തവണ ഞാൻ തോറ്റുപോയി. ഇത് വീണ്ടും ആ സമയത്തിനുള്ളിൽ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അത് ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്നുള്ളത് എൻ്റെ ആത്മബലമാണ്. അവിടെ തോറ്റ് 3 തവണ തോറ്റപ്പോഴാണ് 4ാമത്തെ പെർഫെക്ഷനിൽ അത് വന്നത്. അപ്പം നമ്മൾ തോറ്റു പോകുമെന്ന് പ്രതീക്ഷിച്ച് അല്ല വിചാരിച്ചിട്ട്, ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നോട് ചോദിച്ചു, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഇത് പൂർത്തിയാക്കി കൊടുക്കാൻ ഈ ലിമിറ്റഡ് ടൈമിൽ നടക്കും? ഞാൻ പറഞ്ഞു, നടക്കുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും, ഞാനത് ചെയ്തിരിക്കും. ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറുണ്ടല്ലോ,
ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഞാൻ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂർ കൊണ്ട് ഞാനിതിനകത്ത് വിനിയോഗിക്കും. അപ്പോൾ നമ്മളതിന് വിജയം കാണും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര തോൽവി വന്നാലും ആ ഒരു ഫോക്കസിങ് ഡേറ്റിനുള്ളിൽ നമ്മൾക്കത് നടത്തി തീർക്കാൻ സാധിക്കും. അത് നമ്മളുടെ ഒരു മൈൻഡ് പവറാണ്. അത് നടന്നിരിക്കും. അപ്പോൾ തോൽവി ഒരിക്കലും ഒരു പരാജയമല്ല. തോറ്റാൽ മാത്രമേ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുകയുള്ളൂ. അവിടെ വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. ഉണ്ടാവും, അതെ. ഇനി വിജയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വിജയത്തിനെ കണക്കാക്കുന്നത്? കാരണം തോൽവിയെ നമ്മൾ ഈ പറഞ്ഞ പോലെ തോൽവി നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ചവിട്ടുപടിയായിട്ട് എടുക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിനെ ഒരു വിജയിച്ച് അതിനൊരു ഐക്കൺ ആക്കി മാറ്റുകയാണ് നമ്മൾ ആ തോൽവിനെ. അപ്പം വിജയത്തിനെ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? കാരണം ഓരോ വിജയത്തിനും തുടക്കത്തിലുണ്ടായ ഓരോ വിജയങ്ങൾ ഉണ്ടായിരിക്കും, പിന്നീട് അതേ വിജയങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്ന ചരിത്രങ്ങൾ ഉണ്ടായിരിക്കും, പിന്നീടും ഈ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ വലുതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വിജയത്തിന് എങ്ങനെയാണ്? കാരണം വിജയത്തിൽ ഈ പറയുന്ന പോലെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്രസിങ് എങ്ങനെയാണ്? നമ്മൾ എന്തിലും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാതിരിക്കുക. നമ്മളൊരു വലിയ വിജയത്തിന് നമ്മൾ അഹങ്കരിക്കുക, നമ്മൾ വലിയ ആളായി തീർന്നു, നമ്മളെ കൊണ്ട് ഇനി എന്ത് നടക്കും, അതില്ല. എന്തും നടക്കും എന്നുള്ളത് വേണം, എന്തും ചെയ്യാമെന്നുള്ളൊരു വിൽ പവർ വേണം, നടത്തും എന്നുള്ളത് വേണം. അപ്പോൾ അതൊന്നുമില്ല. വിജയം എന്ന് പറയുന്നത് ഞാൻ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പരാജയമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വലിയ ആളായി തീർന്നു, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വിജയത്തിൽ അമിതമായിട്ട് സന്തോഷിക്കാറില്ല. ഇപ്പോൾ ഒന്ന് സക്സസ് ആയി കണ്ടാൽ അത് നമ്മളുടെ ഒരു ഗൈഡ് ലൈനായിട്ട് എടുക്കുകയോ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിജയത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിലോ നമ്മൾ വളരെയധികം മുകളിലേക്ക് നമ്മളുടെ മനസ്സ് കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരാജയത്തിന് നമ്മൾ ഇപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം കുറവായിരിക്കും. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് കൂടുതലാണെങ്കിൽ ആഘാതത്തിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയൊരു വിജയം നമ്മൾ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ മുകളിൽ കയറി നിന്നാൽ അടുത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവി നമ്മളെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ ഒരു തോൽവിയിൽ നമ്മൾ വിഷമിക്കാറില്ല, തോൽവി ഒരിക്കലും തോറ്റു എന്ന് കാണാറില്ല. അതേപോലെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും വിജയിച്ചു എന്ന് പറഞ്ഞ് അതിനകത്ത് അഹങ്കരിക്കാതിരിക്കുക. കാരണം ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹവും കൂടിയാണ്. വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ എത്തി നിൽക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു തലയിലൊരു വരയുണ്ട്. ഈ വര കൊണ്ട് മാത്രമാണ് നമ്മളവിടെ എത്തി നിൽക്കുന്നത്. അല്ലാതെ നമ്മളുടെ മാത്രം ഒരു കഴിവെന്ന് മാത്രമല്ല, നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ വിജയത്തിൽ അമിതമായി അഹങ്കരിക്കാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പലയിടത്തും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഒരല്പം കിട്ടിക്കഴിഞ്ഞാൽ, അല്പന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലും വേണേൽ കുട പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യില്ല, വളരെ റിലാക്സ് ആവും. അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതല്ല നമ്മൾ കാണേണ്ടത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഇന്ന് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നാളെ നമ്മളുടെ കയ്യിലായിരിക്കില്ല. അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതൊന്നും കൊണ്ടല്ല വന്നത്. ഇതൊന്നും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു സാധാരണ കുടുംബത്തിലാണ്. അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും അത്രയും മിഡിലും താഴേക്ക് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ എത്തിയിരിക്കുന്നത് ഇത് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹം പ്ലസ് നമ്മളുടെ ഹാർഡ് വർക്ക്. അപ്പോൾ നാളെ ഇതൊന്നും നമുക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. തിങ്സ് വിൽ ചേഞ്ച്, എല്ലാം മാറി മറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് അഹങ്കരിച്ച് മുകളിലേക്ക് കയറി നിൽക്കാതിരിക്കുക, വീഴ്ചയുടെ ആഘാതത്തെ കുറയ്ക്കുക, റിയാലിറ്റി മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ തയ്യാറാവുക. അവിടെ ഒരു യാഥാർത്ഥ്യ ബോധം എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ഏത് വിജയവും തോൽവിയും എല്ലാം ഈക്വൽ തന്നെയാണ്. ഇപ്പോൾ പറക്കാട് ജ്വല്ലേഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ബ്രാൻഡാണ്. അപ്പം ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ടി വി തുറന്നാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ പറക്കാട് ജ്വല്ലേഴ്സ് ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ പറക്കാട് ജ്വല്ലേഴ്സ് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് പരസ്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, കാരണം പരസ്യങ്ങളിലൂടെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ അവർക്ക് ചേർന്ന് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി. സോ എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറക്കാട് ജ്വല്ലേഴ്സിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേര് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുക, അതിനുള്ള ക്വാളിറ്റിയും സർവീസും മെയിൻ്റനൻസും എല്ലാം കൊടുക്കുക, ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ചിന്തിച്ച് നോക്കിയാൽ പത്രമാധ്യമങ്ങളിലെ നോട്ടീസ് അല്ലെങ്കിൽ ഫ്ലെക്സ് അങ്ങനെയുള്ള പരസ്യങ്ങളും ചാനൽ പരസ്യങ്ങളും എല്ലാമായിരുന്നു ആ ഒരു പരസ്യ രീതി ബ്രാൻഡിങ്ങിന് എപ്പോഴും സഹായിക്കുന്നത്. ഇപ്പോൾ കാലം മൊത്തത്തിൽ മാറി. ഇപ്പോൾ ന്യൂജൻ ആരുമില്ല, ടി വി കാണുന്നവർ പത്രം വായിക്കുന്നവർ പോലും കുറഞ്ഞു. ഇനി വായിക്കണമെങ്കിലും കാണണമെങ്കിലും അതെല്ലാം മൊബൈലിലല്ലേ, സ്മാർട്ട് ഫോണല്ലേ, ആ ഒരു രീതിയിൽ നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസേഷനായി അങ്ങനെയെല്ലാം മാറി. ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ വളരെ
ചെറുതായിട്ടൊക്കെ ചാനൽസും പത്രമാധ്യമങ്ങളെയും എല്ലാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ബ്രാൻഡിങ് നടക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ്. ആ ഒരു യങ് ജൻ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്? കാരണം ഒരു ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, എപ്പോഴൊക്കെ ചെയ്യണം? അത് നമ്മൾ എപ്പോഴൊക്കെയെന്നല്ല, അതിന് കാലമില്ല. നമ്മൾ എത്രത്തോളം ബ്രാൻഡിങ് ചെയ്യുന്നു, എത്രത്തോളം അഡ്വർടൈസ് ചെയ്യുന്നു, അതിനനുസരിച്ചാണല്ലോ ജനങ്ങളുടെ മനസ്സിലേക്ക്, അവരുടെ അറിവിലേക്ക് എത്തിയാൽ മാത്രമാണല്ലോ ഇതൊരു ബ്രാൻഡായിട്ട് വളരാനും നാളെ ബിസിനസ് വളരും. അങ്ങനെയാണല്ലോ ബ്രാൻഡും വളരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യമല്ല. 365 ദിവസവും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇതിനെല്ലാം ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്. ഓരോ ബിസിനസ്സിനും നമ്മൾക്ക് എത്ര പെർസെൻറ്റേജ് നമ്മുടെ ബ്രാൻഡിങ്ങിനായിട്ട് ഡെവലപ്മെൻറ്റിന് ഓരോന്നിനും ഓരോ പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കരുതി അതിന് ചിട്ടയായ ഒരു കണക്ക് വെച്ച് തന്നെ മുമ്പോട്ട് പോയാൽ മാത്രമാണ് ബ്രാൻഡിങ് ചെയ്തിട്ടും ബിസിനസ് റൺ ചെയ്ത് പോവാൻ പറ്റിയാലോ. കസ്റ്റമർ സർവീസ് കൊടുക്കാതെ അങ്ങനെ കാര്യമില്ല. അങ്ങനെ ഇനി മാമിൻ്റെ റോൾ മോഡൽ, ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. കാരണം നമ്മളെ കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എന്നെക്കൂടി സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ഒരു റോൾ മോഡൽ ആയിട്ട് വെക്കുന്നത് ആരെയായിരിക്കും? റോൾ മോഡൽ ഓഫ് കോഴ്സ് അത് പല രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫാദറിൽ നിന്ന് എനിക്ക് ഒരുപാട് എൻ്റെ റോൾ മോഡൽ എന്ന് തന്നെ പറയണമെങ്കിൽ ഫസ്റ്റ് ഫാദറാണ്, രണ്ടാമത് ഹസ്ബൻഡ്. കാരണം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഭയങ്കര വലിയ ഒരു ഡ്രീമിന് പുറകെ അത്രയും പോകുന്ന, ഇത്രയും ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയെ നമ്മൾ ലൈവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഇതിനപ്പുറത്തേക്ക് പറയുവാണെങ്കിൽ ശരിക്കും എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ കുടുംബത്തെ കൂട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളും ആ ഒരു സ്നേഹം, ബോണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ മക്കളെ മാത്രമല്ല സ്വന്തം മക്കളെ പോലെ നമ്മുടെ സഹോദരന്മാരുടെ മക്കളെ ഉൾപ്പെടെ ഞാൻ വന്നു കയറിയ എൻ്റെ കുടുംബത്തിൽ ഉള്ള എല്ലാവരെയും എങ്ങനെ കാണണം എന്നുള്ളതും ബാക്കി എല്ലാവരെയും അവരെ എങ്ങനെ നമ്മുടെ കൂടെ നിർത്താം, അതിൽ കൂടെ നമ്മളുടെ ജീവിത വിജയവും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ജീവിത വിജയവും എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫുകളെ ആണെങ്കിലും എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള മേഖലയിലെ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മയാണ്. കാരണം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. അത്രയും അങ്ങനെ ഒരു ശരിക്കും നമ്മുടെ ഒരു ബിഹേവിയർ തന്നെ ഉണ്ടാക്കിയ, നമ്മളെ മോൾഡ് ചെയ്തത് അമ്മയാണ്. എനിവൈസ് നമ്മൾ ഇത്ര നേരം സംസാരിക്കുന്ന സമയത്തും, കാരണം പറക്കാട് ജ്വല്ലേഴ്സ് നമ്മളെല്ലാവരുടെയും ലൈഫിൽ, നിത്യജീവിതത്തിൽ എപ്പോഴും കൂടുതൽ ഹെൽപ്ഫുള്ളായി. അതും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ സ്വപ്ന സാഫല്യം തന്നെയായിരുന്നു. കാരണം അവർക്ക് എവിടെ പോയാലും ഒരു പ്രൗഡോടുകൂടെ, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷത്തോടു കൂടെ ഒരു എസ്പെഷ്യലി ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അവരുടെ സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് പറക്കാട് ജ്വല്ലേഴ്സ്. അതിൻ്റെ ഒരു യാത്രയിലൂടെ ശരിക്കും എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാം പറഞ്ഞു തന്നു. കാരണം 96 ആ ജ്വല്ലറി മുതൽ 2000 അതിൽ സ്റ്റാർട്ട് ചെയ്തതും ഈവൻ നമ്മൾ ആ ഗണപതി വിഗ്രഹം പോലും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. എനിവേസ് താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്ന് ഒരുപാട് സ്ത്രീകൾക്കും, അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.